കേരളത്തിലെ ഇതുപോലൊരു ചില്ല. ബെസ്റ്റ്. കൊല്ലംകാരനാണോ? അവിടുത്തെ മനുഷ്യരാണെങ്കിലോ അതിനേക്കാളും. ഇതൊക്കെ എങ്ങനെ കേരളത്തിന്റെ ഭാഗമായി എന്റെ ഭഗവാനെ? Wait, bro. Shall we go to the year 2018? കേരളത്തിലെ 14 ജില്ലകളെയും പ്രകൃതി കൈയിലിട്ട് അമ്മാനമാടിയപ്പോൾ നിവർന്ന് നിന്ന് കൈപിടിക്കാൻ വന്ന രണ്ട് ജില്ലകളെ ഉണ്ടായിരുന്നുള്ളൂ അന്ന് കേരളത്തിൽ. ഒന്ന് ശ്രീപത്മനാഭന്റെ മണ്ണും മറ്റൊന്ന് നിങ്ങളീ പറയുന്ന 7 കൂലികളുടെ നാടും. കുടുംബത്തോടൊപ്പം കൂരയിൽ അന്തി ഉറങ്ങേണ്ടിയിരുന്ന സമൂഹം ഒറ്റപ്പെടുത്തിയ കുറച്ച് മനുഷ്യര് പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഉറക്കമെന്തെന്ന് അറിഞ്ഞിട്ടില്ല. അതാരും നിർബന്ധിച്ചിട്ടല്ല, സ്വയം മുണ്ടുമടക്കി കുത്തി ഇറങ്ങി തിരിച്ചതാണ്. കൂടപ്പിറപ്പുകളുടെ ഉയിരും ഉടലും തിരിച്ചുപിടിക്കാൻ. അന്നവര് കടന്നുപോകാത്ത വഴികളില്ല, അവരുടെ കാല് പതിയാത്ത ഭൂമിയില്ല, അവരുടെ പങ്കായത്തിന് കീറിമുറിക്കാൻ കഴിയാത്ത ഒരു ഒഴുക്കുമില്ല. ഒരു കാലത്ത് സർക്കാരും ജനങ്ങളും ഒരുപോലെ തള്ളിപ്പറഞ്ഞിരുന്ന കടലിന്റെ മക്കളാണ് ഇന്നിവിടെ പിച്ച വെച്ച് നടക്കുന്ന ഓരോ ജീവനു വേണ്ടി അന്ന് കാവലുറപ്പാക്കിയത്, കൈകൊടുത്ത് കരകയറ്റിയത്. എന്നും കൊല്ലത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പ്രത്യേകതയുണ്ട്. 1000 ജീവനെ കൈപിടിച്ച് കരയിലെത്തിച്ച നന്ദിയും സ്നേഹവും മറക്കാൻ ഇവിടെ ഒരു ലേസിന്റെ കവറ് പൊട്ടിയാൽ മതി. എന്നാലും ഇന്നും സജ്ജരാണ്. മറ്റൊരു അപകടം വന്നാൽ കൂടപ്പിറപ്പുകളെ വിട്ടുകൊടുക്കാതെ ചേർത്ത് പിടിക്കാൻ. The real heroes, but so underrated.